അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉള്ള വെച്ചാൽ ഇത് വളാഞ്ചേരി അങ്ങാടി കേട്ടോ. ഇവിടെ നല്ല കഞ്ഞിട്ട് ചൂടുള്ള കഞ്ഞി ശീനാൻ കഞ്ഞി ഇഷ്ടമുള്ള അത് ബാവാക്കാൻ്റെ കഞ്ഞിക്കട ഫേമസ് കഞ്ഞിക്കട കേട്ടോ. പിന്നെ ഇവനെ നോക്കണ്ട, ഇവ ഏത് പെരുമയായാലും ഇവൻ്റെ ഷൂവും ഈ ചെരുപ്പ് ഈ സംഭവമൊക്കെ തന്നെ ഓൻ്റെ കോസ്റ്റ്യൂം അത് വേറെ മതി. പിന്നെ നമ്മൾ ടീം എന്ന് പറഞ്ഞാൽ ഈ കണ്ട ടീമാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഏത് ഇവനാണെങ്കിൽ നമ്മളെ വല്ലാണ്ട് കളിയാക്കുന്നുണ്ട്. പിന്നെ കണ്ണു മുറടക്കേണ്ടൊക്കെ കിട്ടും ഞാൻ പറഞ്ഞോട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ഇത് കഞ്ഞി വന്നേ ചൂടുള്ള കഞ്ഞി. ഈ മയത്തുണ്ടല്ലോ പൊന്നോ ജാതി ചൂടുള്ള കഞ്ഞി കുറുന്നനുള്ള കഞ്ഞി കേട്ടോ. അതാണ് ചെന്നപ്പോൾ ഉണ്ടല്ലോ എന്താ നേക്ക്. പോരാത്തിന് മൂപ്പരെ കടയിൽ അടിപൊളി കൂട്ടാനുണ്ട് കേട്ടോ. 4-5 കൂട്ടാനുണ്ട്. പോരാത്തിന് നാടന ഏത് സിലോപ്പി അത് പറ്റുന്നവർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ വട്ടപ്പാറങ്ങാടിക്ക് ഇറങ്ങി. ഏത് വട്ടപ്പാറ വളവ് നിർത്തി നമ്മളെ റോഡൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ മായത്തുണ്ടല്ലോ ഒരു രക്ഷയുണ്ടോ അല്ലെങ്കിൽ കാഴ്ച വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളെ കൂടുതൽ പ്രോ ഡ്രൈവറാണ്, പ്രോ ക്യാമറമാൻ അങ്ങനെയാണ് ഇപ്പം. ഇവൻ്റെ അവിടെ നിന്നിട്ട് ഭയങ്കര ഫോട്ടോ എടുക്കലേക്കാണ്. പിന്നെ നമ്മൾ താഴത്തേക്ക് ഇവിടെ താഴത്തുനിന്ന് കുറേ ആണ്ടുകളൊക്കെ നോക്കുന്നത്. താഴത്തെ കാഴ്ച ഈ കണ്ണാട്ടോ. ഇത് വേറെ മാതിരി കാഴ്ചയാണ്. ഉള്ള കാര്യം പറയില്ല. തോടെ കുത്തിളിച്ച് പോകുന്നുണ്ട്. അപ്പുറത്തൊരു പേപ്പണി നടക്കുന്നുണ്ട്. എന്തൊക്കെ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ കുഴപ്പമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ വൈകുന്നേരത്ത് കല്യാണം ഉണ്ടായിരുന്നു. അവിടെ പോയി തലാഞ്ചാലി ധരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അവിടുത്തെ കളക്ഷനൊക്കെ കഴിഞ്ഞ് സ്റ്റേജ് ഷോ ആണ് ഈ പരിപാടി കേട്ടോ. അപ്പോൾ പരിപാടി കുറച്ച് ഗ്രാൻഡ് ചെയ്യുന്നു. ഇതിലുള്ള കാര്യം പറയാമല്ലോ, കളർഫുൾ പരിപാടി ആയിരുന്നു. പിന്നെ ഡാൻസും കൂത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇവരെ ഡാൻസ് എന്ന് പറഞ്ഞാൽ വേറെ മാതിരി ഡാൻസ് ചെയ്യുന്നത്. എന്തിനാ കളിച്ചെന്ന് പറയുന്ന ഡാൻസ്. അങ്ങനെ ഡാൻസ് കണ്ടോടുകൂടി നമുക്ക് പഠിച്ചു. നമ്മളവിടെ നേരെ ഇറങ്ങിപ്പോന്നു.